ജെൻസി നമുക്കറിയാമല്ലോ, തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഗതി നിർണ്ണയിക്കുന്ന ഇന്ന് യുവാക്കളാണ്. നമ്മുടെ മുഴുവൻ ജനസംഖ്യ എടുത്ത് നോക്കിയാൽ തന്നെ യുവാക്കൾ ഏറ്റവും കൂടുതൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്ന രാഷ്ട്രമാണ് ഭാരതം, മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് വിഭിന്നമായി. അപ്പോൾ നമ്മുടെ നാളത്തെ ഭാവി നിർണ്ണയിക്കുന്നത് നിങ്ങളാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആശങ്കകൾ എന്താണെങ്കിലും തുറന്ന് രാജേട്ടനുമായി സംവദിക്കാം. അദ്ദേഹം അതിന് മറുപടി തരുന്നുണ്ടാവും. ആറന്മുള എയർപോർട്ട് എന്ന് പറയുന്നത് ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. താങ്കൾ നേതൃത്വം നൽകിയ സമരം ആറന്മുള വിമാനത്താവളത്തിന്റെ ആ ഒരു വികസനത്തിന് തുരങ്കം വെച്ചില്ലേ? ഇങ്ങനെയൊരു ചോദ്യം പലപ്പോഴും പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ആറന്മുള വിമാനത്താവളം എത്രയോ ആൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭമാണ്. ശരിയാണ്, തൊഴിൽ മാത്രം കിട്ടിയതുകൊണ്ടായില്ലല്ലോ ജീവിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ. ഈ പ്രദേശം ഒന്നാകെ തന്നെ അഭിമുഖീകരിക്കുന്ന പാരിസ്ഥിതിക വിഷയങ്ങളുണ്ട്. വിമാനത്താവളം വേണം, അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ആവശ്യമാണ്. നമ്മുടെ പ്രധാനമന്ത്രി വിമാനത്താവളം ഇപ്പോൾ ഏതാണ്ട് 79-80 വിമാനത്താവളങ്ങൾ കൂടുതലായിട്ട് വന്നിട്ട് അത് വളരെ ആവശ്യമാണ്. കണക്ടിവിറ്റി എന്ന് പറയുന്നൊരു കാര്യമാണ്. തമ്മിൽ ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. ഏതൊരു ജനതയുടെയും വികസനത്തിന് അത് ആവശ്യമാണ്. പക്ഷേ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത, ജനജീവിതത്തെ അത് ബാധിക്കാത്ത, പ്രതികൂലമായി ബാധിക്കാത്ത ഇടങ്ങൾ കണ്ടെത്തണം. ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഇടങ്ങൾ ധാരാളമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ തന്നെ തിരഞ്ഞെടുത്തത്? അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താ? ഈ 12,000 ഏക്കർ വരുന്ന പാടശേഖരം നികത്തി വിമാനത്താവളം പണിയുമ്പോൾ ഉണ്ടാകാവുന്ന പാരിസ്ഥിതികമായ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഒന്ന്, KGS ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ വിമാനത്താവളത്തിന് വേണ്ടി രംഗത്തെത്തിയത്. അവരെ സംബന്ധിച്ചിടത്തോളം വിമാനത്താവളങ്ങൾ നിർമ്മിച്ച് യാതൊരു പരിചയമില്ലാത്തവരാണ്. അവർ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. ഏതെങ്കിലും വിധത്തിലൊരു വിമാനത്താവളം നടത്താൻ ആവശ്യമായുള്ള പ്രാവീണ്യമോ മുൻ പരിചയമോ ഒന്നും അവർക്കില്ല. അവരുടെ പിന്നെ എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമായിരുന്നു. ഈ പാടശേഖരം നികത്തി ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുക എന്നുള്ളത് മാത്രമാണ്. അത് വ്യക്തമായി ബോധ്യപ്പെട്ടു ആദ്യം തന്നെ. കാരണം ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ട്, വയബിലിറ്റി റിപ്പോർട്ട് ഇതൊക്കെ തയ്യാറാക്കണം. ആദ്യം പാരിസ്ഥിതിക ആഘാത റിപ്പോർട്ട് തയ്യാറാക്കണം. ഇതൊന്നുമില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ച് കിട്ടുക, അതോടുകൂടി ഇവിടെ ഒരു വിമാനത്താവളത്തിന് ആവശ്യമായിട്ടുള്ള അനുമതി നേടുക, നേടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മണ്ണിട്ട് നികത്തലങ്ങ് നടത്തും. ഇതിൻ്റെ അപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള ദീർഘദൃഷ്ടി അവർക്കില്ലായിരുന്നു. അതൊന്ന്. രണ്ടാമത്, എന്തുകൊണ്ടാണ് വിമാനത്താവളം വന്നാൽ ഇവിടുത്തെ പാരിസ്ഥിതിക പ്രത്യാഘാതം എന്താണ്? എപ്പോഴും പാടശേഖരങ്ങളെക്കുറിച്ച് പറയുന്നത് ഫ്ലഡ് പ്ലെയിൻ ഏരിയ എന്നാണ്. എപ്പോഴും എല്ലാ പാടശേഖരങ്ങളും ഫ്ലഡ് പ്ലെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ വലിയ വെള്ളപ്പൊക്കങ്ങളെ നിയന്ത്രിക്കുന്നത് പാടശേഖരങ്ങളാണ്, നീർത്തടങ്ങളാണ്. വലിയ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ അതിനെ തടഞ്ഞു നിർത്തുന്നതും അതിൻ്റെ ലെവൽ ഉയരാതെ നോക്കുന്നതും മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതും പാടശേഖരങ്ങളുള്ളതുകൊണ്ടാണ്. കേരളത്തിൽ പാടശേഖരങ്ങൾ കുറഞ്ഞു വരിക. ഏതാണ്ട് 5.5 ലക്ഷം ഹെക്ടർ പാടശേഖരം ഉണ്ടായിരുന്നു ഒരു 30 വർഷം മുമ്പ്. അത് കുറഞ്ഞപ്പോൾ 2.5 ലക്ഷമായി. അപ്പോൾ അങ്ങനെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വലിയ പാരിസ്ഥിതിക ദുരന്തങ്ങൾ ഇവിടെ ഉണ്ടാകും. മാത്രവുമല്ല, ഏറ്റവും വലിയ ഒരു നീർത്തടം എന്ന് പറഞ്ഞാൽ അതാണ് ആ പ്രദേശത്തെ വാട്ടർ സോഴ്സ്. ഗ്രൗണ്ട് വാട്ടർ ലെവൽ അല്ലെങ്കിൽ ഭൂഗർഭ ജലവിധാനം പിടിച്ചു നിർത്തുന്നത് ഇതുപോലുള്ള നീർത്തടങ്ങളാണ്. അത് മണ്ണിട്ട് നികത്തിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്തെമ്പാടുമുള്ള അണ്ടർഗ്രൗണ്ട് വാട്ടർ ടേബിൾ അത് താന്നു. ഇപ്പോൾ തന്നെ 3 മീറ്റർ താന്നു പോയി. ഇനിയും താന്നു കഴിഞ്ഞാൽ ഈ പ്രദേശം ഒരു മരുഭൂമിയായി മാറും. അത് അതിൻ്റെ പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാകും എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണം, വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിയുമ്പോൾ ആ വെള്ളപ്പൊക്കത്തെ മുഴുവൻ പിടിച്ചു നിർത്തി ഈ പ്രദേശത്തെ വലിയ ദുരന്തങ്ങളിൽ നിന്നും രക്ഷിക്കേണ്ടത് ഈ ഒരു പാടശേഖരം. ഇതിനു മുമ്പ് ധാരാളം പാടശേഖരങ്ങൾ ഉണ്ടായി. അന്നൊക്കെ നമുക്കറിയാം 1924 വലിയ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത് കേട്ട് കാണും. ഞാനും കേട്ടിട്ടുണ്ട്. അന്ന് 3 മാസം മഴ പെയ്തിട്ടും ഒരാളെ മരിച്ചു. കാരണം എത്ര മഴ പെയ്താലും കയറിക്കിടക്കാൻ ഇടങ്ങളുണ്ടായി, വെള്ളത്തിന് കയറിക്കിടക്കാൻ ഇടമുണ്ടായി. അപ്പോൾ അതെല്ലാം മണ്ണിട്ട് നിർത്തി. ഇപ്പോൾ എന്താണ്, 2 ദിവസം മഴ പെയ്താൽ ഇവിടെ വെള്ളപ്പൊക്കമാണ് കേരളത്തിൽ. കാരണം ഒഴുകിപ്പോകാൻ സ്ഥലമില്ല. ഇപ്പം ഈ നദിക്ക് തന്നെ പമ്പയാർ 36 കൈവഴികളുണ്ടായി, ഇപ്പോൾ 6 ഉള്ളൂ. ഈ പമ്പയാറും അച്ചൻകോവിലാറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉത്രപ്പള്ളിയാറുണ്ടായിരുന്നു, അത് മണ്ണിട്ട് നികത്തി. അപ്പോൾ വെള്ളം നിന്ന് പൊങ്ങുക. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് എല്ലാ വർഷവും ഇവിടെ വെള്ളം പൊങ്ങും. ഇവിടെയൊക്കെ വെള്ളം കയറും എല്ലാ വർഷവും. ഇവിടുത്തെ സ്കൂള്, ഈ കോളേജിനൊക്കെ അവധിയാണ്.
അപ്പോൾ ഇതെങ്ങനെ 2 ദിവസം മഴ പെയ്താൽ ഇത്രയും വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ കാരണം ഒഴുകി പോകാൻ വേറെ നിവൃത്തിയില്ല. ഇനി 2018 വെള്ളപ്പൊക്കമാണ് ഏറ്റവും വലിയ വെള്ളം, ഏറ്റവും അവസാനമായിട്ടുണ്ടായത്. അന്ന് ഈ ഞാനിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 8-9 അടി വരെ, 9 അല്ലതിൽ കൂടുതൽ അടി വെള്ളം പൊങ്ങിയതാണ്. എന്നുവെച്ചാൽ ഇവിടുത്തെ ഒട്ടുമുക്കാലും വീടുകളുടെ മുഴുവൻ ഭാഗവും വെള്ളത്തിൽ മുങ്ങിയതാണ്. അപ്പോൾ ആ വെള്ളപ്പൊക്കം അവിടം വരെ മാത്രം എത്തി നിൽക്കാനുള്ള കാരണം എന്താ? ഈ ഇങ്ങനൊരു പാടശേഖരം ഇവിടെ ഉള്ളതുകൊണ്ടാണ്. 2018 വെള്ളപ്പൊക്കക്കാലത്ത് 9 മണിക്കൂർ സമയമെടുത്തു ഈ ഒരു വലിയ പാടശേഖരം നിറയാൻ. എന്ന് പറഞ്ഞാൽ 9 മണിക്കൂർ സമയം വെള്ളം പൊങ്ങാതെ ഒരേ ലെവലിൽ നിന്നു. ഇത് നികത്തിയിരുന്നുവെങ്കിൽ 9 അടിയും കൂടെ പൊങ്ങിയേനെ. 9 അടിയും കൂടെ പൊങ്ങിയിരുന്നുവെങ്കിൽ ഈ പ്രദേശത്തെ 3-4 ഗ്രാമങ്ങൾ ഒഴുകിപ്പോയി. കാരണം ഇതൊക്കെ ഒഴുകി പോകും. കാരണം ഇതിൻ്റെ കവിഞ്ഞ് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇത് ഒഴുക്കിൽപ്പെട്ടിതെല്ലാം പോകും. അപ്പോൾ 2018 വലിയ ആ ഒരു വെള്ളപ്പൊക്കം നമുക്കൊരു പാഠമാണ്. ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അത് മനസ്സിലാക്കി കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആണ് വാസ്തവത്തിൽ ഒരു വിമാനത്താവളത്തെ എതിർക്കാനുണ്ടായ കാരണം. ഇനി വേറെ വിമാനത്താവളത്തിന് സ്ഥലമുണ്ടോ? ഉണ്ട്. വേറെ ഇതിനേക്കാൾ നല്ല സൗകര്യമുള്ള, ഒരു മണ്ണിട്ടും നികത്താൻ ആവശ്യമില്ലാത്ത, എന്നാൽ വിമാനത്താവളം വരണമേ എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന, അപേക്ഷ നൽകിയിരിക്കുന്ന അടൂരിനടുത്തും മറ്റു പല സ്ഥലങ്ങളിലും ഒക്കെ സ്ഥലങ്ങൾ പ്ലാന്റേഷനുകൾ കിടപ്പുണ്ട്. അവിടെ വേണമാകാം. പക്ഷേ അവിടെ പോകാൻ ഇവർക്ക് താല്പര്യമില്ല. കാരണം അവിടെ പോയിട്ട് എന്ത് പ്രയോജനമാണ്? അപ്പോൾ 2, 3, 4 കാരണങ്ങൾ ഇത് വളരെ വ്യക്തമാണ്. ഇത് നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടാണ്. ഒരു പദ്ധതി വരുമ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. വികസനം അടുത്ത തലമുറയ്ക്ക് ജീവിക്കാനും കൂടി. അതുകൊണ്ടാണ് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് നമുക്ക് ആവശ്യം. നമുക്ക് വെറും ഡെവലപ്മെൻ്റ് അല്ല, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. എന്നുവെച്ചാൽ അടുത്ത തലമുറയ്ക്ക് ജീവിക്കാനും കൂടി ആ ഒരു വികസനത്തിലൂടെ സാധിക്കണം. അതുകൊണ്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനമാണ് നമുക്ക് ആവശ്യം. ഒരു വികസനം എന്ന് വെച്ചാൽ കോൺക്രീറ്റ് മന്ദിരങ്ങൾ പണിത് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കുറച്ച് പേർക്ക് തൊഴിൽ മാത്രം കിട്ടിയതുകൊണ്ട് മാത്രമായില്ല. ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് എക്കാലവും സ്വൈരമായി സമാധാനപരമായി ജീവിക്കാനും കൂടി സാധിക്കണം. ജനജീവിതമാണ് നമുക്ക് വലുത്. അതുകൊണ്ടാണ് വിമാനത്താവളത്തോടുള്ള വിരോധമല്ല, ഇവിടെ ഇത് വരുന്നത് മൂലം ഈ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതമാണ് അങ്ങനെയൊരു വിമാനത്താവളത്തെ എതിർക്കാനുണ്ടായ കാരണം. സാറ്, ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാൽ ഞങ്ങൾ യുവാക്കൾക്കായി എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഞാനിവിടെ യാത്ര ഇത്രയും നാളും ചെയ്തു. 12 പഞ്ചായത്തുകളിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ യാത്ര ചെയ്തു. എനിക്ക് പലയിടങ്ങളിൽ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് പല വീടുകളിൽ യുവാക്കളില്ല. എല്ലാവരും ജോലി തേടി പുറത്തു പോയിരിക്കുക. അവിടെ ഇല്ല. അപ്പോൾ രക്ഷകർത്താരോട് ചോദിക്കുമ്പോൾ പറയുന്നത് ജോലി തേടി പോയി. കാരണം ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം? അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇവിടം വിട്ട് പോകുന്നു? ഞങ്ങളിവിടെ നിന്നിട്ട് എന്ത് കാര്യം? ഞങ്ങൾക്കെന്ത് പ്രയോജനം? ഈ ഒരു ചോദ്യം വാസ്തവത്തിൽ ഈ നാട്ടിൻ്റെ ഭരണകർത്താക്കളുടെ ചോദ്യമാണ്. കാരണം ഇവിടെ ഈ വിശാലമായ ഒരു ഭൂപ്രദേശം, ആറന്മുള, എല്ലാ വിഭവങ്ങളും ഇവിടെ, പ്രകൃതി വിഭവങ്ങൾ ധാരാളം, അനുകൂലമായ അന്തരീക്ഷം, നിരവധി വ്യവസായങ്ങൾ ഇവിടെ തുടങ്ങാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇവിടെയുണ്ട്. നല്ല മണ്ണാണ്, വെള്ളമുണ്ട്, ഇവിടെ കാലാവസ്ഥ അനുകൂലമാണ്, നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്. ഇവിടെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കണം. അതിലൂടെ ഇവിടെയുള്ളവർക്ക് തൊഴിൽ കിട്ടണം. ഇവിടെയുള്ളവർക്ക് ഇവിടെ തന്നെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. തൊഴിൽ സംരംഭങ്ങളായിരിക്കും. ഇപ്പോൾ തന്നെ സ്റ്റാർട്ടപ്പുകൾ, സ്കിൽ ഇന്ത്യ പ്രോജക്റ്റ്, ഇവിടെയുള്ളവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന എത്രയെത്ര പദ്ധതികളാണ് മോഡി സർക്കാർ ആവിഷ്കരിച്ച്. ഡിജിറ്റൽ ഇന്ത്യ, എത്രയെത്ര പദ്ധതികളാണ്. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും കഴിവിനെ മനസ്സിലാക്കി അവരവർക്ക് പറ്റുന്നതായിട്ടുള്ള സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ, പ്രോജക്റ്റുകൾ തയ്യാറാക്കി അത് ഇവിടെ തന്നെ സ്ഥാപിച്ച് അതിൻ്റെ പ്രയോജനം ഈ നാട്ടുകാർ ഉണ്ടാകണം. പ്രധാനമന്ത്രി പറയുന്നത് തൊഴിലാളിയാകാനല്ല, തൊഴിൽദായകരാകാനാണ് നാം ശ്രമിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കഴിവ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ കഴിവിനനുസരിച്ച് ഉള്ള ഇടങ്ങൾ കണ്ടെത്തി ആ കഴിവ് വികസിപ്പിച്ച് അത് ഒരു പ്രോജക്റ്റാക്കി മാറ്റി അതിലൂടെ സംരംഭങ്ങൾ ആരംഭിക്കുക. ഇത് പല സ്ഥലങ്ങളിലും നടന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇവിടെ അത് ഉണ്ടാകുന്നില്ല? അപ്പോൾ ഈ കാര്യത്തിൽ
തൊഴിൽ നൽകുന്ന കാര്യത്തിൽ ഇവിടെയുള്ള ആൾക്ക് എന്തെങ്കിലും തൊഴിൽ കിട്ടാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ സർക്കാർ ചെയ്യുന്നില്ല. ഞാനിവിടെ തന്നെ ഈ പ്രദേശത്ത് നടന്നൊരു സംഭവം കൂടി ഓർമ്മപ്പെടുത്താം. ചക്ക മഹോത്സവം ഇവിടെ നടന്നു. ദേശീയ ചക്ക മഹോത്സവമാണ്. 300 പേർക്ക് ഇവിടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഫുഡ് പ്രോസസ്സിങ് അത് ഇതിൻ്റെ പരിശീലനം നൽകി. 300 പേരോളം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ പ്രദേശത്തെമ്പാടുള്ള ആളുകൾ വന്നു. ഈ പ്രദേശത്തായിരുന്നു കൂടുതൽ ആളുകൾ. അവർ 3 ദിവസം നീണ്ടു നിന്ന പരിശീലനത്തിൽ പങ്കെടുത്തു. ചെറിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാം. കാരണം ഏതാണ്ട് 129 പരം ഐറ്റം ഇനങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശീലനം അവർ 80 പേർ തയ്യാറായി. ഞങ്ങൾ തയ്യാറാണ്, തുടങ്ങാം. ഈ 80 പേർ ഒരു തൊഴിൽ സംരംഭം ആരംഭിക്കാൻ സർക്കാരിൻ്റെ പിന്നാലെ നടന്നു. സർക്കാരിൻ്റെ പല ഓഫീസുകൾ കയറി ഇറങ്ങി. കളക്ടറേറ്റ്, അതുപോലെ തന്നെ ഭക്ഷ്യ വകുപ്പിൻ്റെ കീഴിൽ വ്യവസായ ഓഫീസറുടെ ഓഫീസിൽ, അവിടെ പല ഇടങ്ങളിൽ ഇങ്ങനെ കയറി ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വിടും, വേറൊരു സ്ഥലത്തേക്ക് വിടും. 80-ൽ ഒരാൾ പോലും ഇതേവരെ ഒരു സംരംഭം ആരംഭിച്ചിട്ടില്ല. ഏറ്റവും അധികം പ്രതീക്ഷകൾ നൽകുന്ന, പ്രത്യാശ നൽകുന്ന ഒരു രംഗമാണ്. ധാരാളം ജോലി നൽകാൻ കഴിയുന്നതാണ് ഈ ഫുഡ് പ്രോസസ്സിംഗ് രംഗം എന്ന് പറയുന്നത്. ഭക്ഷ്യ സംസ്കരണ രംഗം എന്ന് പറയുന്നത് വളരെ ഇന്ന് ആളുകൾക്ക് ആവശ്യമാണ്. കാരണം ഇപ്പോൾ ജനങ്ങൾ ഭക്ഷ്യ വസ്തുക്കൾ തയ്യാറാക്കി കിട്ടിയ അത് വാങ്ങിക്കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം സമയമില്ലാത്തത്. പക്ഷേ ഇതാണ് നമ്മുടെ സർക്കാർ കഴിഞ്ഞ നാളുകളത്രയും വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. യുവാക്കൾക്ക് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല. അതേസമയം യൂറോപ്പിൽ ഗുജറാത്തിൽ, മറ്റ് ഉത്തർപ്രദേശിൽ, മറ്റു പല സ്ഥലങ്ങളിൽ അവിടെയൊക്കെ എങ്ങനെയാണ്? അവിടെ ഒരു വ്യവസായ ഓഫീസറെ സമീപിച്ചാൽ പിറ്റേ ദിവസം അയാൾ ആപ്ലിക്കേഷൻ ഫോമും ബാങ്ക് മാനേജരുമായിട്ട് വരികയാണ്. അവർക്ക് സ്ഥലം കൊടുക്കുന്നു, കെട്ടിടം സൗകര്യപ്പെടുത്തി കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, കറണ്ട് കൊടുക്കുന്നു, എല്ലാവിധ പ്രോത്സാഹനവും നൽകുകയാണ്. ഞാൻ തിരഞ്ഞെടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും ഇതുപോലുള്ള വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കും. ഇവിടെ കഴിവുള്ളവരുടെ മുഴുവൻ തന്നെ എൻലിസ്റ്റ് ചെയ്യും. ഏതൊക്കെ രംഗത്താണ് അവർ വിജയിച്ചിരിക്കുന്നത്, ഏതൊക്കെ രംഗത്താണ് താല്പര്യമുള്ളത്, എന്തൊക്കെ വിഷയങ്ങളിലാണ്, എന്തൊക്കെ സ്കില്ലുള്ളവരാണ്, അതിനനുസരിച്ചുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കി ഇവിടെ അത് ആരംഭിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടുത്തെ വ്യവസായങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ റവന്യൂ ഇൻകം വർദ്ധിക്കും. അപ്പോൾ ഈ പ്രദേശത്ത് നിന്ന് റവന്യൂ ഇൻകം ധാരാളം ഉണ്ടാകും. അപ്പോൾ ഓരോരുത്തരും തൊഴിലിടങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴാണ് അവിടെ റവന്യൂ വരുമാനം ഉണ്ടാകും. ധാരാളം പ്രോജക്റ്റുകൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. അതെല്ലാം ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് MSME ഒരു മിനിസ്ട്രിയാണ്. MSME പ്രത്യേകിച്ച് ഇവിടെയാണെങ്കിൽ ധാരാളം ആർട്ടിസാൻസ് ഉള്ളതാണ്. ടെക്സ്റ്റൈൽ മിനിസ്ട്രി ധാരാളം പ്രോജക്റ്റുകൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. വിശ്വകർമ്മ യോജന 27-ൽ പരം തൊഴിലുകൾ അറിയാവുന്ന ആളുകൾക്ക്, അതായത് കൈകൊണ്ടുള്ള തൊഴിൽ അറിയാവുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും വിശ്വകർമ്മ യോജന ചെയ്യുന്നു. അത് മുഖാന്തരം MSME. അപ്പോൾ MSME എന്ന് പറഞ്ഞാൽ മീഡിയം എൻ്റർപ്രൈസസ്, മീഡിയം ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ്, സ്മോൾ ഇൻഡസ്ട്രീസ്. അത് ആ മിനിസ്ട്രിയുടെ കീഴിൽ ധാരാളം പ്രോജക്റ്റുകളാണ്. സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോജക്റ്റുകൾ. കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് കഴിവുകളെ വികസിപ്പിച്ചെടുത്ത് അവർക്ക് ഒരു തൊഴിൽ ആരംഭിക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വികസിത ആറന്മുള എന്നാണ് സങ്കല്പം. ഇവിടുത്തെ യുവാക്കൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്ത് ഇവിടെ തന്നെ ജീവിതോപാധികൾ കണ്ടെത്തി അവർക്ക് ജീവിക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഒരു യുവ നേതാവായ UDF സ്ഥാനാർത്ഥിയോട് പ്രചരണ പരിപാടിയിൽ രാജേട്ടൻ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും? തല നരയ്ക്കുവതല്ലൻ ജീവിതത്വം എന്നൊരു കവി പാടിയിട്ടുണ്ട് അല്ലേ? ആരാന്നറിയാം? VT പട്ടതിരിപ്പാട്. യുവത്വം എന്ന് പറയുന്നത് എന്താണ്? ഒരു സമൂഹത്തിൽ ക്രിയാത്മകമായി, രചനാത്മകമായി, സർഗാത്മകമായി ഇടപെടലുകൾ നടത്തി സമൂഹത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ കഴിയുന്ന നേതൃത്വമാണ് നമുക്ക് ആവശ്യം. വയസ്സെത്രയെന്നുള്ളതല്ല. ഇവിടെ കോൺഗ്രസിൻ്റെ യുവ നേതാവുണ്ട്. യുവാവ് എന്നുള്ളതല്ല ചോദ്യം. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്നൊരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് എന്താണ് ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഏതാണ്ട് 75 വയസ്സായി. പക്ഷേ അത് ഇവിടുത്തെ യുവാക്കളോടൊപ്പമാണ്, കൊച്ചു കുട്ടികളോടൊപ്പമാണ്.
കുട്ടികൾക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി എന്തെല്ലാം പദ്ധതികളാണ് അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ യുവാക്കളാണ് തിങ്ങിക്കൂടുന്നത് അദ്ദേഹത്തിന്. യൂണിവേഴ്സിറ്റികളിൽ ചെന്നാൽ, കോളേജുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ആവേശത്തോടുകൂടി അദ്ദേഹത്തെ വരവേൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു എന്നുള്ളതാണ് ഒരാളെ വിലയിരുത്തുന്ന. അതാണ് ആര് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു. ഇവിടുത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് എന്ത് പറയാൻ? എന്താണ് അവർ ഭരിച്ചിരുന്ന കാലത്ത് ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇപ്പോൾ ഏതാണ്ട് നമുക്ക് 80 വർഷം പിന്നിടുകയാണ്. ഭാരതം സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഇത്രയും നാളുകൾക്കുള്ളിൽ അവർ യുവാക്കൾക്ക് വേണ്ടി കിട്ടിയ ഭരണകാലയളവിൽ എന്ത് ചെയ്തു? ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ LDF UDF സാധിച്ചിട്ടില്ല. അപ്പോൾ സ്ഥാനാർത്ഥിക്ക് യുവാക്കളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നുണ്ടോ? കോൺഗ്രസ് സ്ഥാനാർത്ഥി യുവാവാണ്, പക്ഷെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഇവിടുത്തെ യുവാക്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും, യുവാക്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയും എന്ന് ഞാൻ പറയുന്നത്, കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ യുവാക്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ക്രിയാത്മകമായി അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്, നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും നടപടികൾ സ്വീകരിച്ചത് മൂലം അവിടുത്തെ യുവാക്കൾ സംതൃപ്തരാണ്. അവിടെ നിന്നും ഇതുപോലെ കേരളത്തിലെ പോലെ ഒരു ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്നില്ല, ഒരു മസ്തിഷ്ക ചോർച്ച ഉണ്ടാകുന്നില്ല, ആളുകൾ പുറത്തേക്ക് പോകുന്നില്ല. അവിടെ തന്നെ അവർക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ യുവാക്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി അവർക്ക് ഇവിടെ തന്നെ തൊഴിലെടുത്ത് ജീവിക്കാൻ, സ്വൈരമായി സമാധാനപരമായി ജീവിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയും. LDF UDF അത് കഴിയില്ല. കാരണം അവർക്ക് 70 വർഷം സമയം കിട്ടിയതാണ് ഈ കേരളത്തിൽ. 70 വർഷക്കാലം ഇവിടെ അവർ ഈ നാടിനെ പ്രതികരിച്ചവരാണ്. അന്നൊന്നും ചെയ്യാതിരുന്നവർ ഇനി എന്ത് ചെയ്യാൻ സാധിക്കും? എൻ്റെ പേര് സബിത. കേരളം ആരോഗ്യരംഗത്ത് 1-ാം സ്ഥാനത്താണല്ലോ. കേരളത്തെ ആരോഗ്യരംഗത്ത് നയിക്കുന്ന മന്ത്രി തന്നെ രാജേട്ടനെതിരായുണ്ട്. ഇതൊരു വെല്ലുവിളിയല്ലേ? ഇതൊരു വെല്ലുവിളിയല്ല, ഇതൊരു അനുകൂല അന്തരീക്ഷമാണ്. കാരണം ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ മത്സരിക്കാനായിട്ട് വരുമ്പം ഈ മണ്ഡലത്തിൽ തന്നെ ആരോഗ്യരംഗം പരിതാപകരമായ അവസ്ഥയിലാണ്. ഇന്നലെ തന്നെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ കാലൊടിഞ്ഞ് പരിക്കേറ്റ ആശുപത്രിയിലായ ആൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറയാം കാല് മുറിക്കണോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത്രത്തോളം അശ്രദ്ധയും കെടുകാര്യസ്ഥതയുമാണ് ഇവിടുത്തെ ആരോഗ്യരംഗത്ത്. ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇവിടെ തന്നെ ഈ മന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെയുള്ള ഗവൺമെൻറ് ആശുപത്രികളുടെ സ്ഥിതി എന്താണ്? പരമദയനീയമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് കോഴഞ്ചേരി ആശുപത്രിയിൽ ചെന്നപ്പോൾ ഒരാൾ പരിക്കേറ്റ് അവിടെ കൊണ്ടുചെന്നു എക്സ്റേ എടുത്തു. എക്സ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ എക്സ്റേ ഫിലിം ഉണ്ടെങ്കിലല്ലേ ആ എക്സ്റേ എടുത്തതിൻ്റെ അടുത്ത ഡോക്ടർക്ക് പരിശോധിച്ച് നോക്കി പറയാൻ പറ്റൂ. എടുത്തെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഫിലിമില്ല അവിടെ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഗവൺമെൻറ് ആശുപത്രിയുടെ സ്ഥിതി. അങ്ങനെയുള്ളൊരു ആശുപത്രിയാണ് ഇവിടെ ഉണ്ടതെങ്കിൽ എന്ത് ആരോഗ്യരംഗത്ത് എന്ത് മാറ്റാനുള്ളത്? ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ആരോഗ്യരംഗം തന്നെ ICU കിടക്കുകയാണ്. അത്രയ്ക്ക് ഗതികേടാണ്. അതുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി എനിക്കൊരു ഭീഷണിയല്ല. എനിക്ക് വാസ്തവത്തിൽ ഇവിടെ നിരവധി ആൾക്കാരുടെ ഇടയിൽ വോട്ട് കിട്ടാൻ എനിക്ക് കിട്ടുന്ന ഒരു അനുകൂല അന്തരീക്ഷമാണ്. എന്തെങ്കിലും അവർ നേരിട്ട് നല്ല കാര്യങ്ങൾ ഇവിടെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എനിക്കതൊരു വെല്ലുവിളിയായാൽ. പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. ആരോഗ്യരംഗത്ത് ഒരു മാറ്റമില്ല. ഒരു മാറ്റവും ഇല്ലെന്നല്ല, 75% ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ പോകുന്നത് സ്വകാര്യ ആശുപത്രിയിലാണ്. ഈ സ്വകാര്യ ആശുപത്രിക്കാരുമായിട്ടൊക്കെ എന്തോ ചില ധാരണയുണ്ടോ എന്ന് പോലും സംശയമാണ്. നല്ലൊരു ആശുപത്രി ഇവിടെ ഉണ്ടാകാൻ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ട്. എയിംസ് തരാം, ഒരു 100 ഏക്കർ സ്ഥലം തന്നു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സർവീസ് തരാം.
ഇവിടുത്തെ MLA എന്നുള്ള നിലയ്ക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി ആദ്യം ആവശ്യപ്പെടേണ്ടത് എൻ്റെ മണ്ഡലത്തിൽ ഞാൻ 100 ഏക്കർ തരാം എന്ന് പറഞ്ഞ് ഇവിടേക്ക് കൊണ്ടുവരാനില്ല ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രമിക്കേണ്ടു. ഈ പ്രദേശത്തെ ജനങ്ങളോട് കൂറുണ്ടെങ്കിൽ അതല്ലേ ആദ്യം ആവശ്യപ്പെടേണ്ടത്. അങ്ങനെ ഒരു ആവശ്യം പോയിട്ട് അങ്ങനെ ഒരു ആഗ്രഹം പോലുമില്ല, അങ്ങനെ ഒരു കാര്യത്തിലൊരു താല്പര്യം പോലുമില്ല എന്ന് വരുന്ന ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കും? നമസ്കാരം സാർ, എൻ്റെ പേര് വരുൺ എന്നാണ്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, വർഗീയതയ്ക്കെതിരെ ഒരു നിലപാടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അപ്പം അതേസമയം BJP എന്ന് പറയുന്നത് വർഗീയതയ്ക്ക് വേണ്ടിയിട്ടൊരു അങ്ങനെ ഒരു മുഖമുദ്രയുള്ളൊരു പാർട്ടിയാണ് BJP. അടിസ്ഥാനം തന്നെ വർഗീയതയാണെന്നൊരു നിലപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ടിയുടെ കേരളത്തിലെ വളർച്ച അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ വളർച്ച അത് ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമല്ലേ? ഈ വർഗീയത എന്ന് പറയുന്നത് തരാതരം പോലെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ഈ വർഗീയത ആരോപിക്കുന്നവർ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വർഗീയ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ തേടി മത്സരിക്കുന്നത്. SDPIയുടെ പിന്തുണ ആർക്കാണ്? LDFനാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ആർക്കാണ്? UDFനാണ്. ഈ PDP വർഗീയത പ്രചരിപ്പിച്ച് രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ പേരിൽ അഗ്രഹാര ജയിലിൽ കിടക്കുന്നയാളാണ് അബ്ദുൽ നാസർ മദനി. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേരാണ് PDP. ഇവിടെ ആർക്കാണ് പിന്തുണ? അപ്പോൾ ഇവരൊക്കെ സ്വന്തം സ്ഥാപിത താല്പര്യങ്ങൾ പരിരക്ഷിക്കാൻ വേണ്ടി വർഗീയത എന്ന വാക്ക്, മതേതരത്വം എന്നുള്ള വാക്ക്, ഇതൊക്കെ ഉപയോഗിക്കുകയാണ്. ആ വാക്കുകളോട് അവർക്ക് ആർക്കും അതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ്. ഇവിടുത്തെ LDFും UDFും സ്ഥാനാർത്ഥികൾ പറയട്ടെ, ഇവിടുത്തെ വർഗീയ ശക്തികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയൂ. SDPIയുടെ വോട്ട് വേണ്ട. LDF പറയൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട. കാരണം ഇവരെല്ലാം പ്രഖ്യാപിത വർഗീയ ശക്തികളാണ്. ജമാഅത്തെ ഇസ്ലാമി വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ മതരാഷ്ട്രവാദികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ സിദ്ധാന്തം തന്നെ അതാണ്. അതിൻ്റെ പേരിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമി ഒരിക്കൽ വിമർശിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവർ വർഗീയത ആരോപിക്കുന്ന അത് സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ്. അതിൻ്റെ പേര് പറഞ്ഞ് കുറച്ച് വോട്ട് തട്ടിയെടുക്കാമെന്നുള്ളതാണ്. രണ്ടാമത്, കേരളത്തിൽ നിരവധി വർഗീയ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. 1965 തലശ്ശേരി വർഗീയ കലാപം, അവിടം തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഈ വർഗീയ കലാപങ്ങളെക്കുറിച്ചെല്ലാം ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടുകളുണ്ട്. ആ ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടുകളിൽ എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും BJP കുറ്റക്കാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്? ഇല്ല. അതേസമയം കോൺഗ്രസും CPMും മുസ്ലിം ലീഗും അതുപോലുള്ള രാഷ്ട്രീയ കക്ഷികൾ ആ കലാപങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ടെന്നും അതിൻ്റെ ഉത്തരവാദികളാണെന്നും വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രദേശത്ത് ഒരു എത്രയോ സ്ഥലങ്ങളിൽ ക്രൈസ്തവരാണ്. വടക്കേ ഇന്ത്യയിൽ ഉത്തർപ്രദേശ് എത്ര സ്ഥലത്ത് മുസ്ലിങ്ങൾ. അവരാരും രക്ഷാരും മാത്രം അവിടെ കെട്ടിയിരിക്കുന്നു BJP. ഇതെന്തുകൊണ്ട് സംഭവിക്കും? അപ്പോൾ വർഗീയത എന്നുള്ളത് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിച്ച് വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടി ഉള്ള ഒരു കുതന്ത്ര പാത്രമാണ് പൊളിറ്റിക്കൽ. ഒരു യുവ ആറന്മുളയെ സ്വപ്നം കാണുന്നവരാണ് നമ്മൾ. യുവ ആറന്മുള വേണ്ടേ? ഇവിടെ വള്ളംകളി നടത്തുന്നു. വള്ളത്തെ വരിക്കുന്നതൊക്കെ യുവാക്കളാണ്. വയസ്സന്മാർക്ക് പറ്റൂ. എനിക്കിപ്പോൾ അത് കയറി ഒന്ന് വരിക്കാം. അപ്പോൾ യുവാക്കളുടെ ഏറ്റവും വലിയ ഉത്സവമാണ് ഈ വള്ളംകളി. ശരിയല്ലേ? അപ്പോൾ ആ വള്ളംകളി യുവാക്കളുടെ വലിയൊരു മഹോത്സവമായി മാറണം. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂത്ത് ഫെസ്റ്റിവൽ ആണത്. ആ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ യുവാക്കളുടെ തൊഴിൽ മാത്രമല്ലല്ലോ യുവാക്കളുടെ വിഷയം. യുവാക്കൾക്ക് ആനന്ദിക്കാൻ, ആഹ്ലാദിക്കാൻ ഉള്ള അവസരങ്ങൾ ഈ പമ്പയുടെ തീരപ്രദേശങ്ങളിൽ ധാരാളം ഉണ്ടാകണം. പാർക്കുകൾ ഉണ്ടാകണം. അതുപോലെ കായിക വിനോദ പരിപാടികൾ ധാരാളം ഉണ്ടാകണം.
ഖേൽ ഇന്ത്യ എന്നൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മുന്നോട്ടേക്ക്. ഖേൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കായിക രംഗത്ത് വൻ കുതിപ്പുണ്ടാകണം. ഇന്നിപ്പോൾ നമ്മുടെ ഭാരതം അത്ലറ്റ്സ്, ഗെയിംസ്, സ്പോർട്സ് എല്ലാം ഉയർന്ന നിലയിലെത്തിയില്ല അല്ലേ? എത്രയെത്ര അന്താരാഷ്ട്ര തലത്തിലുള്ള ട്രോഫികളാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. കിരീടമാണ്. ഇതേ സമീപകാലത്ത് യുവാക്കൾ മിസോറമിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ കളിക്കാൻ കോർട്ടുകളില്ല. കാരണം അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയാണ്, വഴിയരികിലാണ് അവർ പന്തിട്ട് കളിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ ടീമിൽ, ഫുട്ബോൾ ടീമിൽ 4-5 പേരെങ്കിലും മിസോറമിൽ നിന്നുള്ളവരായി. എങ്ങനെ അത് സാധിക്കും? അപ്പോൾ യുവാക്കളിൽ നിന്ന് നല്ല പ്രതിഭകളുണ്ടാകണം. നമ്മുടെ ആറന്മുള മണ്ഡലത്തിൽ നിന്ന് തന്നെ നല്ല പ്രതിഭകൾ സ്പോർട്സ് രംഗത്ത്, കലാരംഗത്ത്, സാഹിത്യരംഗത്ത് ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന നല്ല ചെറുപ്പക്കാർ ഉയർന്നു വളർന്നു വരണം. നമസ്കാരം. ഇവരൊക്കെ കോളേജ് പിള്ളേരാണോ അതോ കോളേജ് പിള്ളേരാ? എല്ലാവരും? അതെ, എല്ലാവരും കോളേജ് പിള്ളേരാണ്. ഞാൻ അൽഫോൺസ് കണ്ണന്താനം, കോട്ടയം കളക്ടറായിരുന്നു. കാഞ്ഞിരപ്പള്ളി MLA ആയിരുന്നു. ഇന്ത്യയുടെ ടൂറിസം മന്ത്രിയായിരുന്നു. ഏറ്റവും ഉപരി കുമ്മനജിയുടെ വലിയ സുഹൃത്താണ്. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പം കേരളത്തിൽ ഇന്ന് നിൽക്കുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻജിയാണ്. കാരണം ഇത്രയും നല്ലൊരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. കാരണം ഞാൻ ഡൽഹി ജോലി ചെയ്തിട്ടുള്ളതാണ്, കേരളത്തിൽ ജോലി ചെയ്തിട്ടുള്ളതാണ്, ഞാൻ ബീഹാറിലും അവിടെ ഇവിടെ എല്ലാം യാത്ര. ഇത്രയും നല്ലൊരു സ്ഥാനാർത്ഥിയെ നമുക്ക് ഇന്ത്യയിൽ വേറെ എങ്ങും കിട്ടൂല. അപ്പം നിങ്ങളെല്ലാം കൂടെ ഒന്ന് പരിശ്രമിച്ചിട്ട് അദ്ദേഹത്തിന് MLA ആക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.